ഹലോ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാട്ടോ. കാരണം എന്താണെന്നറിയോ? ഇന്ന് ആദ്യമായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് മീൻകറിയുടെ റെസിപ്പി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുമോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും ഒരു മീൻകറി റെഡിയാക്കണം എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ ഒരു പ്രോപ്പർ മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പലരോടും ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടാട്ടോ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലല്ലല്ലോ കറക്റ്റായിട്ട് വേണ്ടേ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയലക്കറിയാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇതെന്താണെന്നറിയോ? ഇത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഈ 3 പൊടിയും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താണ്. ഈ പൊടികളെല്ലാം ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചേർത്താണ്. അങ്ങനെ ഇതിലൊരു എണ്ണ തെളിഞ്ഞു തന്നെ കണ്ടോ? ഇതുപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു തന്നെ പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് കൊടംപുളി. ഞാൻ ഇന്ന് കൊടംപുളിയല്ല ചേർക്കുന്നത്. ഞാൻ മാങ്ങയാട്ടോ ഇതിലേക്ക് ഇന്ന് ആഡ് ചെയ്യുന്നത്. മാങ്ങയോ കൊടംപുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. യുവർ ചോയ്സ്. അങ്ങനെ മാങ്ങയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അയലമീൻ എടുത്തിടാം. അങ്ങനെ അയലമീനും മാങ്ങയും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം മറന്നു. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പം ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിലെ പൊടിയുപ്പ് തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നൊക്കെ ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ എൻ്റെ കറിയുടെ ഉപ്പ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ചാട്ടോ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളച്ച് വേവട്ടെ. നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അപ്പോൾ ഇതേ തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻകറി റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും, എസ്പെഷ്യലി എന്നോട് റെസിപ്പി ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു.